ശ്വേതാമേനോന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള രാജിക്ക് കാരണം ബാബുരാജന്റെ വ്യക്തി. ഓക്കെ, ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്പ് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മൊത്തം ഇരുന്ന് കാണണം കേട്ടോ. എൻ്റെ ഒരു അപേക്ഷയായിട്ട് നിങ്ങളൊന്ന് കാണണം. പിന്നെ ഇന്ന് തിങ്കളാഴ്ചയല്ലേ, എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുന്ന കൂട്ടത്തിൽ ഹൈപ്പും കൂടെ കൊടുത്തുക. നിങ്ങൾ ഹാപ്പി ആയെങ്കിൽ ഹാപ്പി എന്നും കൂടെ കമൻറ്റ് ഇടുക. കാരണം അൻസിബയ്ക്ക് എന്തായാലും നീതി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വിഷയം പരമാവധി ഷെയർ ചെയ്യുക. എനിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് നമ്മൾ BJP-യുടെ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമാ നടന്മാരാണല്ലോ കൂടുതൽ ആൾക്കാർ ഈ പറയുന്ന അസംബ്ലി ഇലക്ഷന് നിൽക്കുകയൊക്കെ അതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അത് കേട്ടോന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കേട്ടിട്ടുള്ളവർ കേട്ടതും കൂടെ പറയാം. ഓക്കെ, അതിനെക്കുറിച്ച് ഇന്ന് ബാബുരാജ് സംസാരിക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ന്യൂസ് വരുന്നുണ്ട്. നമുക്ക് അതിലോട്ട് പോകാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക. അതിന് മുമ്പ് നമ്മുടെ ലക്ഷ്മിപ്രിയയുടെ ഒരു ഇന്നലത്തെ പോസ്റ്റ് ഒന്ന് വായിക്കാം. ഞാൻ അമ്മ സംഘടനയിലെ അംഗത്വം തന്നെ രാജിവെച്ചിരിക്കുന്നു. എൻ്റെ രാജി മുതിർന്ന അംഗത്വമായ ശ്രീമതി ഓമന, പൊന്നമ്മ ബാബു, ഉഷ ആലപ്പുഴ എന്നിവർക്ക് സമർപ്പിക്കുന്നു. ഒരു അടിസ്ഥാനമുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ മരിക്കുന്നെങ്കിൽ എൻ്റെ ശവം കാണാൻ പോലും ഒരുത്തരും വരരുത്. ആർക്ക് കാണണം? പിന്നെ ഒന്നും വരാതിരിക്കട്ടെ. പിന്നെ നിങ്ങളുടെ ഇതുപോലത്തുള്ള ഈ സെൻറ്റിമെൻറ്റ്സും ഇതുപോലത്തുള്ള സംസാരങ്ങളും നിങ്ങൾ നിർത്തിയാൽ നിങ്ങളുടെ ലൈഫിൽ അടിപൊളിയായിരിക്കും. ലക്ഷ്മിപ്രിയ ഇത് കേൾക്കുവാണെങ്കിൽ, എന്നാലും നമ്മുടെയൊക്കെ വീഡിയോസുകൾ കാണുന്നതും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തതല്ലേ. കാണുവാണെങ്കിൽ എനിക്ക് ഒറ്റ പറയാനുള്ളൂ, ഇതുപോലുള്ള നിങ്ങളുടെ സംസാരം നിങ്ങൾ ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടിയൊക്കെ എല്ലാവർക്കും അറിയാം. അന്നത്തെ റോബിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം നിങ്ങൾ നിന്ന് പോയതായിരുന്നു. കുറച്ച് റോബിൻ ഫാൻസുകാരുടെ സപ്പോർട്ട് കൊണ്ടാണ് നിങ്ങൾ 4ാമത് അതിനകത്ത് പോയത്, അല്ല നിങ്ങളുടെ കഴിവുകൊണ്ടൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമ്മളവിടെ നിർത്തിയത് 60 വയസ്സായ ഞാൻ ജീവിച്ചിരുന്നാൽ എനിക്ക് ലഭിക്കാനുള്ള പെൻഷൻ എനിക്ക് വേണ്ട, ഇൻഷുറൻസ് വേണ്ട, റീത്ത് വേണ്ട. എന്നെ സ്നേഹിക്കുന്ന ഏതാനും പേരുണ്ട്. ബാക്കിയുള്ളവർ ആ പടി കടന്ന് വരരുത് എന്ന് ലക്ഷ്മിപ്രിയ. അങ്ങനത്തെ ഒരു കമൻറ്റ്. ഇവർക്ക് നാണവമാനമില്ല, നിങ്ങൾ സെൻറ്റിമെൻറ്റ്സ് ഇറക്കുകയാണ്. ഇന്നലത്തെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാവേ. നേരത്തെ ഒരു വീഡിയോ. ഈ മാറ്റി പറയുന്ന ചേച്ചി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. നേരത്തെ അൻസിബയെ കുറിച്ച് പറഞ്ഞതാണേ, അതൊന്ന് കാണണേ. കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ കണ്ടല്ലോ. അൻസിബയുടെ പുറമെ പല വർഗീയവാദികളെല്ലാം ഉണ്ടെന്നാണ് ചേച്ചി പറയുകയൊക്കെ ചെയ്യുന്നത്. കേൾക്കാം, ബാക്കി കൂടെ വെക്കാം. സംശയിച്ചു. ഇന്നലെ വന്നിട്ട് ചേച്ചി പറഞ്ഞതും കൂടെ ഞാനൊന്ന് വെച്ച് തരാം. അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാറ്റി പറയുന്നതിന് ഒരു അന്തസ് വേണം. കാരണം പണി കിട്ടി, നല്ല അടിപൊളി പണി ചേച്ചിക്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി വേണ്ട ഇരിപ്പുണ്ട്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വേറൊരു ലൈഫാണ് ഈ ഒരു സ്ത്രീ കാരണം പോയത്. എത്ര ആൾക്കാർ ഇവർക്കെതിരെ കുറ്റം പറയുന്നു. ഞാട്ടെ ഒരു വ്യക്തി നീനാക്കുറുപ്പ് പറയുന്നതിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം ഞാൻ. എല്ലാ ആണുങ്ങളെയും ചവിട്ടിക്കാഴ്ചയല്ലേ ചെയ്തത്. ഇനിയിപ്പോ നമുക്ക് പറയാലോ, മെമ്പർ അല്ലല്ലോ, പറയാം. ഇനി അവരെന്തെങ്കിലും ഇനി ഞാൻ പോകുന്ന ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞോളാം പറയാനല്ലോ. ചേച്ചി ആ രാജി അർഹിച്ചതാണെന്നാണോ പറയുന്നത്? അവരർഹിച്ചതാണോ? രാജിയല്ല, ആക്ച്വലി അർഹിക്കുന്നത് പുറത്താക്കാനാണ്. കാരണം അങ്ങനെ പറയാൻ പാടില്ല ഒരാളെ കുറിച്ച്. നമുക്കിവിടെ വളരെ ഇമ്പോർട്ടന്റ് വിഷയങ്ങളുണ്ടായിരുന്നു, നമ്മൾ അത് സംസാരിച്ചുകൊണ്ട് സ്ത്രീയെ കുറിച്ച് ഇത്രയും എന്താ പറയുന്നത്, വളരെ നിന്ദമായ വാക്കുകളാണ് പറഞ്ഞത്. ഒരിക്കലും നമ്മൾ ആ ഗ്രൂപ്പ് വോയിസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അവരൊരു ഗ്രൂപ്പിൽ സംസാരിച്ച വോയിസും കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഈ അടുത്ത സമയത്ത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ തന്നെ വെച്ചതാണ്. അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് ഈ ഒരു വ്യക്തിയുടെ രീതി എന്താണ്, സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ള രീതിയിൽ. അതിന് തിരിച്ചൊരു മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിപ്രിയ കാണിച്ചത് മോശമായി പോയെന്ന 10-20 അംഗമുള്ള ഗ്രൂപ്പിൽ ഇട്ട വോയിസാണ്. 10-20 അംഗമുള്ള ഗ്രൂപ്പിൽ കേട്ടോ. ഓരോ വ്യക്തികൾക്കും വെറുപ്പാണ്. ഇവരുടെ സ്വന്തമായിട്ടുള്ള രീതിയിലാണ്. ഒരുപാട് കണക്കുകൾ ഇനിയും കിട്ടാനുണ്ട്. കറക്റ്റ് കണക്കുകളിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ 40, 45, 50 ദിവസത്തിനുള്ളിൽ കണക്ക് അവതരിപ്പിക്കാം, അല്ലെങ്കിൽ ഇത്ര ദിവസം ഞങ്ങൾക്ക് സമയം തരണമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു കാര്യം പറയാം. ഈ അടുത്ത സമയത്ത് ഒരു അമ്പലത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് 75 ലക്ഷം എന്നാണ് പറയുന്നതെങ്കിലും കോടിക്കണക്കിന് രൂപ, ഏകദേശം 1 കോടിയോളം രൂപയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കമ്മീഷൻ പോകുന്നുണ്ട്. ഇപ്പോൾ 75 അമ്മയെ വന്നാലും ബാക്കി മൊത്തം അവർക്ക് 1 കോടി വന്നാൽ 75 രൂപ ഈ പറയുന്ന സംഘടനയിലേക്ക്, ബാക്കി ഇവരുടെ കമ്മീഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ. കാര്യങ്ങളെല്ലാം അൻസിബ കറക്റ്റായിട്ട് ചോദിക്കുകയും ചെയ്ത് അതിൻ്റെ കണക്കിൻ്റെയും വിവരങ്ങളൊക്കെ തിരക്കിയപ്പോഴാണ് ഇവർക്ക് കുത്തൽ വന്നത്. അവിടെ പിന്നെ ഞാനത് പറയുന്നില്ല, ഹിന്ദു മുസ്ലിം ആ രീതിയിലാക്കി തീർക്കാൻ നോക്കി. കൂട്ടിൽ നിന്ന് നമ്മുടെ ടീനിയനെ പോലുള്ള കുറേ ആൾക്കാർ. ഇനി നമുക്ക് BJP-യുടെ കാര്യത്തിലോട്ട് വരാം. ഇലക്ഷൻ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന എൻ്റെ 2-3 വീഡിയോയിൽ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ഇലക്ഷന് ചിലപ്പം ശ്വേതാജി ചിലപ്പോൾ നിൽക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇങ്ങനെ ആരോഗ്യ പറയുന്നത് കേൾക്കുന്നത്. നമ്മൾ കൂടുതൽ കൺഫേം ആയിട്ട് പറയുന്നില്ല. ഉള്ളവർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പറയുന്നു. അങ്ങനെ വിചാരിച്ചാൽ മതി. അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ വരാൻ ചാൻസ് ഉണ്ടല്ലോ 2 വർഷം കഴിയുമ്പോൾ.
അപ്പം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ശ്വേതയുടെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ അവരും ഈ BJP ആയിട്ടുള്ള ഒരു കണക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ അതൊക്കെ കുറേയൊക്കെ വിഴുങ്ങിയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ബാബുരാജ് പറയുന്നതിൻ്റെ അതൊന്ന് വെക്കാം, ബാബുരാജിൻ്റെ ആ ഒരു ന്യൂസ് വെക്കാം. വിഭാഗം അംഗങ്ങൾ ഇപ്പോൾ പറയുകയാണ്, BJPക്ക് സ്ഥാനാർത്ഥിയെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്വേത പൈസ വാങ്ങിയെന്ന് ബാബുരാജ് ആരോപിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് താരസംഘടനയിൽ ഉണ്ടായിരിക്കുന്നത്. താരസംഘടനയുടെ പ്രതിസന്ധിയൊക്കെ ഉടനീളം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജിവിൻ ടുട്ടു നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. വിജി, ശ്വേത മാധ്യമങ്ങളെ ഒരുമിച്ച് കാണാമെന്നൊരു നിലപാടിലാണ് നിൽക്കുന്നത്. എനിക്ക് പറയാൻ കുറേയുണ്ട്, പക്ഷേ അത് താൻ പ്രസ് മീറ്റ് വിളിച്ച് പറയുമെന്നാണ് ഇന്നലെ ശ്വേത സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഉച്ച സമയത്താണ് ശ്വേത താൻ രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞ് അമ്മയുടെ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടത്. അതിന് പിന്നിൽ എന്താണ് കാരണമെന്ന് വ്യക്തമായത് ഇപ്പോഴാണ്. അതായത് ബാബുരാജ് അടക്കം സിദ്ദിഖ് അടക്കം താഴെ നിന്ന് ശ്വേതയെ എതിർക്കുകയായിരുന്നു. അതിൽ ബാബുരാജ് പറഞ്ഞ ഒരു പരാമർശമാണ് BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥിയെ ഉണ്ടാക്കാൻ ശ്വേത പണം വാങ്ങിയെന്ന്. ആ പണം വാങ്ങിയെന്ന് ശ്വേതയെ കുറിച്ച് പറഞ്ഞോടുകൂടിയാണ് ശ്വേത പൊട്ടിത്തെറിച്ചുകൊണ്ട് താൻ ഒരു പാർട്ടിയുടെയും ഏജന്റ് അല്ല, താൻ ഇത്തരത്തിൽ തന്നെ, അതായത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഘടനയിൽ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത്. ഒപ്പം തന്നെ ബാബുരാജ് പറഞ്ഞ ആരോപണത്തിനെതിരെ താൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വരെ ശ്വേത പറഞ്ഞു. അപ്പോൾ മറ്റു പല താരങ്ങളും ശ്വേതയെ അവിടെ ഇടപെട്ട് സമന്വയിക്കാനൊക്കെ തീരുമാനിച്ചു. അതിനൊക്കെ ഇടയിലാണ് ഈ പറഞ്ഞ അമ്മയുടെ ഭൂരിപക്ഷം അംഗങ്ങളും ഈ ഭരണസമിതിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് പിന്നീട് അത് ഒരു പൊട്ടിത്തെറിയിലേക്കും അതങ്ങനെ വരത്തുള്ളൂ. ശ്വേതയെ പൊക്കിക്കഴിഞ്ഞാൽ പല കള്ളികളും പൊട്ടും. ഞങ്ങളൊക്കെ ഇത് ഞങ്ങളുടെ വീഡിയോക്കകത്തിരുന്ന് പറയുമ്പം നിനക്കൊക്കെ ഇതെല്ലാം അറിയാം എന്നൊക്കെ നീയൊക്കെ എപ്പോഴും വന്ന് പറയും എന്നൊക്കെ ചില കമൻസുകൾ കാണാനുണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഞങ്ങൾ ഇതൊക്കെ പറയാത്തതിൻ്റെ കുറേ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതിനേക്കാളും നല്ല ഇവരൊക്കെ തന്നെ ഒരു സമയമാകുമ്പോൾ വന്ന് പറയും. പറഞ്ഞു മനസ്സിലായോ? കാരണം ഇതൊക്കെ വിളിച്ച് പറയുമ്പോൾ ചില ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ചുമ്മാ റീച്ചിനും അതിനു വേണ്ടി മാത്രം വന്ന് സംസാരിക്കുമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുകയൊക്കെ ചെയ്യും. പല കേസുകെട്ടിലാണെങ്കിൽ പോലും ഞങ്ങൾ കറക്റ്റ് കാര്യങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇപ്പം ഏറ്റവും വലിയൊരു എക്സാമ്പിൾ, ഞങ്ങൾ കൂടുതലും ഞാനൊരു 250 വീഡിയോ ചെയ്തെങ്കിലും ഒരു 240 വീഡിയോയിലും കുറ്റം പറഞ്ഞൊരു വ്യക്തിയാണ് ഈ പറയുന്ന രേണു സുധി. അവസാനത്തെ ഒരു 10 വീഡിയോ ഞാൻ അവരെ കുറച്ച് നല്ല കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്വർണ്ണക്കടത്ത് കേസ് കെട്ടിലും പിന്നെ പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നതിൻ്റെ കേസ് കെട്ടിലും ഇതൊക്കെ അവരെ വെറുതെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ കാണിച്ച് കുറച്ച് തോന്നിവാസ പരിപാടികളായിരുന്നു. അതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ നിന്ന് കാശ് മേടിച്ചെന്ന് വരെ ഇവിടെ പറഞ്ഞ ആൾക്കാരുണ്ട്. നമ്മളിതൊക്കെ അറിഞ്ഞുകൊണ്ടും ഓരോന്നൊക്കെ തിരക്കി പിടിച്ചുകൊണ്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥകൾ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇവിടെ, എന്നിട്ട് നമ്മളെ കുറ്റം പറയാൻ കുറേ ആൾക്കാർ. ഇപ്പം ഏകദേശം ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ അത് മനസ്സിലായി എന്ന് തന്നെ പറയാം. രാജിയിലേക്കുമൊക്കെ പോയത് നമ്മൾ കഴിഞ്ഞ വർഷം കേട്ടതാണ്. അമ്മയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ താരങ്ങൾക്കിടയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. അവരാണ് ഈ സിനിമാ സംഘടനയും മറ്റു പല സിനിമാ സംഘടനകളെയും ഒക്കെ നിയന്ത്രിക്കുന്നത്. അത്തരത്തിലൊരു പവർ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ മാറി ഇതിന് കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ടും സ്ത്രീ പക്ഷപരമായും ഒക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ കൈകളിലേക്ക് അമ്മയെ ഏൽപ്പിച്ചത്. ഇവർക്ക് ഭരണപരിചയ കുറവുണ്ട്, ഇവർക്ക് ഒരു സംഘടനയെ നയിച്ചുള്ള പരിചയക്കുറവുണ്ട്. എന്നാലും ഇവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ അതിനൊന്നും സമ്മതിച്ചില്ല എന്നതാണ് വസ്തുത. അതിനിടയിൽ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് ഇതിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരെ അതായത് ഒരു തിരുത്തലിന് പോലും അവസരം കൊടുക്കാതെ ഈ ശ്വേതയും സംഘത്തെയും വലിച്ചു താഴെ ഇടുക എന്നൊരു ലക്ഷ്യമായിരുന്നു. അത് ഇന്നലെ ഏറെക്കുറെ അത് ഫലത്തിൽ കണ്ടു. അതിന് വേണ്ട ചെറിയ കാര്യങ്ങളൊക്കെ ശ്വേതയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളുമുണ്ട്, സമ്മതിക്കുന്നതാണ്. പക്ഷേ എങ്കിലും അവരെ വലിച്ചു താഴെ ഇടുക എന്നൊരു ലക്ഷ്യമായിരുന്നു അമ്മയിൽ ഉണ്ടായിരുന്നത്. അത് ഇന്നലെ വിജയിച്ചു എന്ന് വേണം പറയാൻ, ബാബുവിന്റെയും സംഘത്തിന്റെയും ഒക്കെ. ഇനിയിപ്പോൾ എങ്ങനെയാണത് മുന്നോട്ട് പോവുക? അഡ്വോ കമ്മിറ്റി വന്ന് രമേശ് പിഷാരടി നയിക്കും. ഭാവിയിൽ അമ്മ ഒന്ന് മാറുമോ നന്നാവുമോ എന്നൊക്കെയാണ് നമുക്കിനി അറിയേണ്ടത്. ഓക്കെ, അമ്മ നല്ല ആൾക്കാരായി കിട്ടിയാൽ നല്ല അടിപൊളിയാവും. ഇപ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവർക്ക് ഉത്തരവില്ല, കണക്കുകൾ ഏൽപ്പിക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് രാജിയെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കൊള്ളാം. എന്തായാലും ഇനി മാലാ പാർവതി പറയുന്നതും കൂടെ ഞാനൊന്ന് കുറച്ചൊന്ന് വെച്ച് തരാം. എല്ലാവരും ഒന്ന് കേട്ട് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ചതി വരുന്ന ഓരോ വഴികളും കാര്യങ്ങളുമൊക്കെ. ഇവിടെ കുറ്റപ്പെടുത്തുന്നത് മൊത്തം ഈ അൻസിബയാണ്. എല്ലാവരും അൻസിബെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ബാക്കി കൂടെ വെക്കാം. മേനോൻ വിഭാഗത്തിനെതിരായിരുന്നു, അല്ലെങ്കിൽ നിലവിലെ ഭരണസമിതിക്കെതിരായിരുന്നു അല്ലേ? അവസാനം അനൂപ് ചന്ദ്രനും കൊല്ലം തുളസിയും പിന്നെ വേറെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവൻ പേരും അൻസിബ പറഞ്ഞതിൽ കൺവിൻസ്ഡ് ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീമതി മല്ലിക സുകുമാരൻ, നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്നതാണ് മല്ലിക ചേച്ചി. മല്ലിക ചേച്ചി അവസാനം എഴുന്നേറ്റത് കണക്ക് നിങ്ങൾ കാണിക്കേണ്ടതായിരുന്നു ശ്വേത, കണക്ക് കിട്ടിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് പിന്നെ പുള്ളിക്കാരി അങ്ങനെ വേറെ ലെവലാണ്. പുള്ളിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. പുള്ളിയെ വലിച്ചു കയറി വിടത്തേ ഉള്ളൂ. ആര്? മല്ലിക സുകുമാരൻ. ഓക്കെ, പിന്നെ അറിയാലോ പിള്ളേരിപ്പം മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഹൈ ലെവലിൽ നിൽക്കുന്ന 2 മക്കളാണ്. പൃഥ്വിരാജ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിനേക്കാളും ഇച്ചിരിയും കൂടെ ഞാനൊക്കെ വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയത്തിനാണ്. പുള്ളി വല്ലപ്പോഴും എന്തെങ്കിലും സാധനം ചെയ്യത്തുള്ളൂ. അത് നല്ല ഡോസ് കൂടിയ നല്ല 1.5 സാധനമാണ്. അതേ ഐറ്റമാണ് പുള്ളിക്കാരൻ.
ഓക്കെ, ബാക്കിയും കൂടെ വെക്കാം. അപ്പോൾ ഈ ഉണ്ണി മൂന്നന്റെ പേര് പറയുന്നു, നേരത്തെ കണക്കുകൾ പറയും. ഈ ഏകപക്ഷീയമായിട്ടാണോ തീരുമാനങ്ങൾ എടുത്തിരുന്നത്? ഇതിപ്പോ കുക്കു പരമേശ്വരന്റെ പേരുണ്ട്. അവർ കണക്ക് അവതരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ ഒരു ബഹളം ഉണ്ടായതെന്നാണ് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇത് ഒരാൾക്ക് പറ്റിയ പിഴവ് എന്നാണോ, അതിൽ ചിലർ ചേർന്ന് നടത്തിയ പിഴവുകൾ എന്നാണോ, എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്? അതായത് ഇവർ പറയാൻ ശ്രമിച്ചത് ഇവരുടെ മുഴുവൻ കണക്കും ഇവർക്ക് കാണിക്കാൻ പറ്റാത്തത് ശ്രീ ബാബുരാജിന്റെ സമയത്തെ കണക്കുകളിൽ വന്നിട്ടുള്ള പിഴവ്, അത് ഇവർക്ക് കൃത്യമായി കടലാസുകൾ കൈമാറാത്തത്, ഇവർക്ക് ബുക്സ് കൈമാറാത്തത് ആണ് ഒരു പ്രശ്നമായിട്ട് അവിടെ ഉയർത്തി കാട്ടിയത്. അപ്പോ ഉണ്ടായ ഒരു ചോദ്യം, ബാബുരാജിനെ വിളിച്ചു വരുത്താൻ നോട്ടീസ് കൊടുത്തോ? ഇവർ കണക്ക് കൊടുത്തില്ല. അപ്പൊ അപ്പു എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യന് ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് ആ പയ്യൻ ചിലപ്പോൾ പേപ്പറുകൾ കൊടുത്തു കാണില്ല. അപ്പൊ ബാബുരാജിനെ വിളിച്ചു വരുത്തി ഇത് കൃത്യമായി ചോദിച്ചോ, നോട്ടീസ് കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. അവര് ബാബുരാജിനോട് ചോദിച്ചിട്ടില്ല കണക്കുകൾ. മനസ്സിലായോ? അപ്പൊ ബാബുരാജ് അത് എതിർത്തു. അയാൾക്ക് ഒന്നാമത് അദ്ദേഹത്തിന് കണക്ക് കാണിക്കേണ്ട കാര്യമില്ല, പുള്ളി അഡ്ഹോക് കമ്മിറ്റിയാണ്. സിദ്ദിഖ് സാർ ഫുൾ കണക്ക് കൊടുത്തിട്ടാണ് പോയത്. പിന്നെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയാണ് ഇത് മുഴുവൻ ശരിയാക്കേണ്ടത്. അപ്പൊ ഇവര് ബാബുരാജിന്റെ പീരീഡിലുള്ള കണക്ക് ചോദിക്കാനായിട്ട് നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരവില്ല. അപ്പൊ പറഞ്ഞു ഓഡിറ്റഡ് കണക്കാണ് ഞങ്ങൾ കാണിക്കുന്നതെന്ന്. അപ്പൊ ഓഡിറ്റർ ശ്രീ രഞ്ജിത്ത് വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓഡിറ്റഡ് റിപ്പോർട്ടാണെന്ന്. പിന്നെയും ആവർത്തിച്ച് ശ്വേത പറഞ്ഞുകൊണ്ടിരുന്ന ഓഡിറ്റ് റിപ്പോർട്ടാണെന്ന്. പക്ഷെ അദ്ദേഹം വന്ന് പറഞ്ഞു ഇല്ല, എനിക്കത് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ലൂപ്പ് ഹോൾസ് ഉണ്ട്. ക്വാളിഫൈഡ് റിപ്പോർട്ട്, അതായത് ക്വറികളോടൊപ്പം കൊടുത്ത ഒരു റിപ്പോർട്ട് മാത്രമാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഇസ് എ ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട്, നോട്ട് എ റിയൽ ഓഡിറ്റ് റിപ്പോർട്ട്. ട്രഷറർ കൈയൊഴിഞ്ഞു, ഞാൻ ഈ കണക്ക് ഒപ്പിടില്ല, എൻ്റെ കയ്യിലല്ല, എന്നെ 3 മാസം മുമ്പ് നിർബന്ധിത രാജിവെച്ച് പോകാൻ പറഞ്ഞതാണ്, എന്നെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് അയാൾ ഒപ്പിടും. അപ്പോൾ ട്രഷറർ അംഗീകരിക്കാത്ത, ഓഡിറ്റർ അംഗീകരിക്കാത്ത ഒരു കാര്യം അംഗീകരിക്കാൻ എല്ലാവരും ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഒരു വലിയ വിഭാഗം സ്ത്രീകൾ ശ്വേതയോടൊപ്പം ആദ്യം ഉണ്ടായിരുന്നു. ആരും ശ്വേത പറയുന്നത് കേൾക്കട്ടെ, എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞു തന്നെയാണ്. ലക്ഷ്മിപ്രിയയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു, ശരിയാണ്. പക്ഷെ ശ്വേതയോടൊപ്പം തന്നെയാണ് ആൾക്കാർ നിന്നിരുന്നത്. കുക്കുവിന് എതിർപ്പുണ്ടായിരുന്നു, ശ്വേതയോടൊപ്പം ആയിരുന്നു ആൾക്കാർ. പക്ഷെ അൻസിബ പറഞ്ഞ കാര്യങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ഒരു അക്ഷരം തിരിച്ചു പറയാനാവാതെ എല്ലാ കാര്യങ്ങളും കൺവിൻസ്ഡ് ആക്കാൻ ആ കുട്ടിക്ക് സാധിച്ചു. അതുവരെ മാസ് കാണിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ശ്വേതാമേനം പോലും ഇല്ലാണ്ടായിപ്പോയി അൻസിബ കാര്യങ്ങൾ സംസാരിച്ചപ്പം. എന്തുകൊണ്ടാണ് പെൺകുട്ടിയെ സംസാരിക്കാൻ ഇവർ അവസരം കൊടുത്തില്ലെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. കാരണം സത്യത്തിൻ്റെ കൂടെയാണ് ആ കൊച്ചു നിന്നത്. സത്യത്തിനൂടെ നിന്ന് കറക്റ്റ് തെളിവുകളും കാര്യങ്ങളുമൊക്കെ അത് ജെന്യുവനായിട്ട്, അത് നമുക്ക് ബി കാണുന്നവർക്ക് അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റും. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇടപെടുന്ന കാര്യത്തിലാണെങ്കിൽ അവർ ചീട്ട് കയറി വിടുകയും ചെയ്യും. എന്തായാലും ഈ ഒരു കാര്യത്തിൽ അവർ നിരപരാധിയാണെന്ന് പ്രൂവ് ആയിട്ടുണ്ട്. ഇന്നലെ ഉച്ച സമയത്ത് ഈ പറയുന്ന അൻസിബയ്ക്ക് ഒരു അവസരം കൊടുത്തപ്പോൾ അതിനതിൻ്റെ തെളിവ് സഹിതം എടുത്ത് സംസാരിച്ചിട്ടാണ് പോയത്. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ സിനിമയിൽ കൂടെ തന്നെ ഇവർക്കൊക്കെ കമ്മീഷൻ പറ്റാൻ വേണ്ടി BJP ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എത്ര ലക്ഷം രൂപയാണെന്നറിയാമോ? എത്ര കോടി രൂപയാണ് ഒരു സ്ഥാനാർത്ഥിക്ക്. എങ്ങനെ പോയാലും മാരാറിനെ തന്നെ കിട്ടിക്കാണും, നല്ല കോടി. അപ്പോൾ ഇവറ്റകളൊക്കെ ഞാൻ മാരാൻ്റെ കാര്യം വിടും. ഓക്കെ, സിനിമയിൽ ഈ പറയുന്ന ലക്ഷ്മിപ്രിയയാണ് ആദ്യം അവസരം വന്നത്. പിന്നെ വോട്ട് ലിസ്റ്റ് പേരില്ലായിരുന്നു. പിന്നെ വീണ നായരിനും എന്തോ പേരോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെന്നാണ് പറയാനിടയായിട്ടുള്ളത്. പിന്നെ അഞ്ജലി വന്ന്, അങ്ങനെ കുറേ ആൾക്കാർ, സിനിമയിൽ നിന്നുള്ള കുറേ ആൾക്കാർ വന്നപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായോ? കോടാനുകോടികൾ രൂപ കമ്മീഷനും മേടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു പെണ്ണിൻ്റെ തലയിലോട്ട് ഇടാൻ നോക്കി. ഇതാണ് സത്യത്തിൽ നടക്കുകയൊക്കെ ചെയ്തത്. ബാബുരാജ് നെറിയുടെ കൂടെ നിന്നത്, നെറിയുടെ കൂടെ മാത്രമാണ് ബാബുരാജൊക്കെ നിൽക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ വന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ഇപ്പോഴെങ്കിലും കുറേ ആൾക്കാർക്കൊക്കെ മനസ്സിലായാൽ നല്ലത്. എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.